ഡാഡി ഡാഡി വേണ്ട ഡാഡി. ഡാഡി നിക്ക്. ഇന്ന് മിക്കവാറും പ്രാണം മേനി വിടും. നിങ്ങൾ എന്റെ ഫാമിലിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? താനാരാ? ഈ മോളെ അറിയോ? ഈ മോളുടെ ഡാഡിയാ ഞാൻ. ആണോ? ഈ കൊച്ചല്ലയോ അന്ന് എന്റെ കേശുവിനെ തല്ലിയത്? അതെ, ഇവളെന്നെയാ തല്ലിയത്. തല്ലും, ഇനിയും തല്ലും. ഇനിയും തല്ലുന്നോ? അവളോട് മോശമായി ബിഹേവ് ചെയ്ത് ഇനിയും തല്ലുന്ന്. അമ്മമ്മ, അവര് തമ്മിൽ സ്നേഹത്തിലും വഴക്കിലും ആവും. അവര് തമ്മിൽ ലവ്വല്ലേ? ലവ്വാ? മെർലിൻ, ഈ കൊച്ചെന്നാ പറയുന്നത്? അതെ, ഇവളെ മനസ്സ് മാറ്റുന്നത് അവന്റെ ഇപ്പോഴത്തെ ജോലി. മനസ്സിളക്കുന്ന ജോലിയോ? അതെന്ത് ജോലിയാണാവോ? അതെ, എനിക്ക് ഇതുപോലെ സംസാരിച്ചിട്ട് ശീലമില്ല. എനിക്ക് ബിസിനസ് ഭാഷയെ അറിയൂ. സോ പ്ലീസ് അവനോട് ഇവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നല്ല നാടൻ ഭാഷയിലെ സംസാരിച്ച് ശീലമുള്ളൂ. താൻ തന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണോ? എൻ്റെ മോളല്ല, ഇവിടുത്തെ ചെക്കനാ ശരിയല്ലാത്തത്. ഞാൻ അന്വേഷിച്ചായിരുന്നു. ഈ നാട് നീളം നടന്ന് അവൻ തല്ലുണ്ടാക്കലല്ല അവൻ്റെ ജോലി. അവൻ മാത്രമല്ല, അവൻ്റെ അച്ഛനും. അതെ, നിങ്ങളെ കുറിച്ച് ഒരു തെമ്മാടി ഫാമിലിയുടെ പരിവേഷമാണ് ഉള്ളത്. ഓരോടോ തെമ്മാടി, ഓരോടോ തെമ്മാടി. എന്താ പ്രശ്നം? നമ്മളെ തെമ്മാടി ഫാമിലി ആണെന്ന് ഇയാൾ പറയുന്നു. തെമ്മാടി ഫാമിലി വീട്ടിൽ കയറുന്ന തോന്നി മാസം പറയുന്ന. ചേച്ചി പ്ലീസ് പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ്. ഡാഡി എന്തൊക്കെയോ പറയുന്നത്. വാ ഡാഡി, നമുക്ക് പോവാം. ഈ എന്തിന് ഇവരോട് റിക്വസ്റ്റ് ചെയ്യണേ? ദേ ആർ ലോക്കൽ ഫാമിലി, ജസ്റ്റ് ഇഗ്നോർ ദം. Oh, English. What did you say? Who the hell are you to say like this? If you ever repeat this again, we'll definitely kick off your back. അല്ല പിന്നെ. അയ്യേ, ഞങ്ങള് ചമ്മി. കണ്ടോ ഇവർക്കേ എല്ലാരും തല്ലാനും കളിയാക്കാനേ അറിയത്തുള്ളൂ. നീ എന്തിനാ ഇവരായിട്ട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നേ? മനസ്സിലായി? എനിക്ക് മനസ്സിലായി. നിങ്ങള് ബ്ലാക്ക് മാജിക് കാണിച്ചിട്ടാ ഇവിടെ മനസ്സ് മാറ്റുന്നത്. ബ്ലാക്ക് മാജിക് അതെന്തോന്നാ? അമ്മൂമ്മ കൂടോത്രക്കാരിയാണെന്ന്. കൂടോത്രം ചെയ്ത് മനസ്സ് മാറ്റാൻ തന്റെ മോളെന്ത് രാജകുമാരിയോ? രാജകുമാരിയാ? ഞാൻ അവളെ രാജകുമാരി ആയിട്ട് തന്നെയാ വാക്കുന്നത്. അതെ, ഷീസ് മൈ പ്രിൻസസ്. ക്ഷമിക്കണേ രാജാവേ. മെർലിൻ രാജകുമാരി ഭവതിയുടെ കൊട്ടാരത്തിൽ ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോവോ? കണ്ടോ അവര് കളിയാക്കാന്ന് തോന്നുന്നേ. അതുപോലും മനസ്സിലായില്ല. ചേട്ടാ പോവാൻ നോക്ക്. നേരത്തെ കുറച്ച് ഇംഗ്ലീഷിലെ അമേരിക്കൻ ആക്സന്റ് ഒക്കെ പിടിച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ. ഞാൻ വാ തുറന്നാൽ നല്ലതായിട്ട് പറയും. പിന്നെ അതും കേട്ട് ചേട്ടാ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. എന്റെ പൊന്നു മെർലിനെ, 10-22 വയസ്സില്ലേ? തനിക്കെങ്കിലും കുറച്ച് ബോധം ഇവരുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു കാര്യം ചെയ്, രാജാവും രാജകുമാരിയും കൂടെ നൈസായിട്ട് ആ റോട്ടിലോട്ടൊക്കെ ഇറങ്ങുക. അവിടെ പാവപ്പെട്ട കുറെ പ്രജകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് സോഷ്യലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കുറച്ച് ബോധവും വിവരവും വിവേകമൊക്കെ ഉണ്ടാവും. ആദ്യം ഈ രാജാവിനെയും കൂട്ടി മാർക്കറ്റിൽ പോകും, അല്ലെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ പോകും. എപ്പോഴും ഏസിക്കാത്തിരിക്കണോണ്ട് തല മരവിച്ച് കാണും. കുറച്ച് വെയിൽ കൊണ്ട് അത് ഓക്കെ ആയിക്കോളും കേട്ടോ. തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോകണം. അപ്പൊ കുറെ ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റും. ആദ്യം കുറച്ച് വിറയിലൊക്കെ കാണും, പിന്നെ ഓക്കെ. അത് ശരിയാണ്. ഈ ആൾക്കൂട്ടത്തിനെ കാണുമ്പോഴേ കുറച്ച് പാനിക്കാവും. കൂടെ ഒരാളിനെ കൂടെ കൊണ്ടുപോകണം, നല്ലതായിരിക്കും. അപ്പോഴേ ഓടുമ്പോഴേ പിടിച്ചു നിർത്താൻ പറ്റും. ചേച്ചി പ്ലീസ് മതി. ഡാഡി വാ, നമുക്ക് പോവാം. ഇനി വെറുതെ വഴക്കുണ്ടാക്കല്ലേ. പിന്നെ ഡാഡി വിചാരിക്കുന്ന പോലെ ഇവരത്ര മോശക്കാരൊന്നും അല്ല, നല്ല ആൾക്കാരാ. കേശുവിന്റെ കാര്യമാണ്, കേശുവിന്റെ ഫ്രണ്ടാ. നോ, നീ ഇവരായിട്ട് അടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ് ദീസ് പീപ്പിൾ. ബട്ട് വി ലവ് യു മെർലിൻ. ഡാഡി വന്നേ. ഇതന്നെ ഞാൻ പറയുന്നത്. അതല്ലേ ഞാൻ പറയുന്നില്ല. ഇടയ്ക്കൊക്കെ വരണേ. ഇയാളെന്ത് മനുഷ്യൻ ലച്ചു, സൈക്കോ ആണെന്നാണ് തോന്നുന്നു. അല്ലേ, ഇന്നിപ്പോ വന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്താണാവോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.